അമർനാഥ തീർത്ഥയാത്ര ഒരു അനുഭവക്കുറിപ്പ്. ശ്രീ പ്രദീപ് നമ്പൂതിരിയുടെ പ്രഭാഷണം. അമർനാഥ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളെ എന്ന ഉപനിഷത്ത് ഘോഷണമാണ് ഹൃദയധമനികളിൽ പ്രതിധ്വനിക്കുക. കൈലാസ ദർശനവും ചതുർധാമങ്ങളായ കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യധാമങ്ങളിലേക്കുള്ള യാത്രയും ഭഗവത് കൃപയാൽ സഫലമായപ്പോൾ അമർനാഥ് ഗുഹാക്ഷേത്രവും ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടത് 2023 ജൂലൈ മാസത്തിലായിരുന്നു. ആ മാസം 24-ാം തീയതി അമർനാഥിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രയ്ക്ക് മുമ്പ് കുടുംബക്ഷേത്രത്തിലും ദേശത്തെ അമ്പലത്തിലും ശ്രീ വടക്കുന്നാഥൻ, ശ്രീ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ശുഭയാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയിരുന്നു. ജൂലൈ 24-ാം തീയതി ഞാൻ നോയിഡയിൽ താമസിക്കുന്ന സഹോദരിയുടെ താമസ സ്ഥലത്തെത്തി. ഞാനും സഹോദരിയും അവരുടെ മകനുമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത്. യാത്രാ ടിക്കറ്റും താമസത്തിനുള്ള ഹോട്ടലുമെല്ലാം ബുക്ക് ചെയ്തത് അവരായിരുന്നു. ട്രാവൽ ഏജൻസികളെ ഒന്നും ആശ്രയിച്ചില്ല. ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് ഗൗരവമായ അന്വേഷണം നടത്തുന്ന ജിജ്ഞാസുക്കൾ നശ്വരമായ സുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് സമയം പോക്കാതെ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത അനശ്വരതയെ തേടുന്നു. മൃത്യുഞ്ജയദേവനായും മഹാദേവനായും ശ്രീ പരമേശ്വരനായുമെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ശിവഭഗവാൻ ജിജ്ഞാസുവായ ശ്രീ പാർവതിക്ക് അമരത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയ സ്ഥലമാണ് അമർനാഥ് ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ബാല്യം മുതൽ ജനനമരണങ്ങൾ കണ്ടുവളരുന്ന ഓരോരുത്തരിലും മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അങ്കുരിക്കും. സത്യാന്വേഷണ ജിജ്ഞാസുക്കളായി വളരുന്നവരുടെ ഹൃദയ ശ്രീകോവിലിൽ ജീവിത സമസ്യകൾക്ക് സമാധാനമേകുന്ന വേദ, ഇതിഹാസ, പുരാണങ്ങളെല്ലാം കടാവിളക്കുകളായി എന്നും ജ്വലിച്ചു നിൽക്കും. ത്യാഗേനൈകേ അമൃതത്വമാനശു എന്ന ആപ്തവാക്യത്തെ ജീവിതവീഥിയിലുടനീളം പ്രകാശിപ്പിച്ച ശ്രീ ത്യാഗരാജ ഭഗവാൻ പാലാഴിമഥന സമയത്ത് ഉയർന്നുവന്ന കാളകൂട വിഷം ഭുജിച്ച് ലോകത്തെ സർവനാശത്തിൽ നിന്നും രക്ഷിച്ചുവല്ലോ. ദേഹം നശിച്ചാലും ദേഹിക്ക് നാശമില്ലെന്ന തിരിച്ചറിവിൽ നിന്നും ആത്മാവിൻ്റെ അമരത്വത്തെ ഉദ്ഘോഷിക്കുക കൂടിയായിരുന്നു ആ പ്രവൃത്തിയിലൂടെ ഭഗവാൻ ചെയ്തത്. കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 12,760 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് 150 അടി ഉയരവും 90 അടി വീതിയുമുണ്ട്. പ്രകൃതി നിർമ്മിതമായ ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർക്ക് സന്ദർശനാനുമതി ലഭിക്കുന്നത് എല്ലാ വർഷവും ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ എത്തുന്നവർക്ക് മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗം ദർശിക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മഞ്ഞുരുകുകയും ഹിമലിംഗം രൂപപ്പെടുന്ന ക്ഷേത്ര ചുമരിൽ അതിൻ്റെ അടയാളം മാത്രം കാണുകയും ചെയ്യും. മുകളിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഗുഹയ്ക്കകത്തേക്ക് ഒഴുകി വീഴുന്ന ജലം അതിശൈത്യത്തിൽ തണുത്തുറഞ്ഞാണ് ശിവലിംഗ രൂപത്തിൽ കാണപ്പെടുന്നത്. തണുപ്പ് കുറയുന്നതിനനുസരിച്ച് മഞ്ഞുരുകുകയും ജലധാര വീണുകൊണ്ടിരുന്ന ഭാഗത്ത് ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നതും കാണാം. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ പരാമർശിച്ചതിന് ശേഷം യാത്രയെക്കുറിച്ച് വിശദീകരിക്കാം. ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം അകലെയാണ് പ്രസിദ്ധമായ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 400 വർഷം മുമ്പാണ് ഈ ഗുഹയും ഹിമലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തതത്രേ. ഒരിക്കൽ പാർവതീദേവി മഹാദേവനോട് അദ്ദേഹത്തിൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരും എന്നതിനാൽ അതൊഴിവാക്കുന്നതിനായി ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചു. പോകും വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിൽ ഉപേക്ഷിച്ചു. പാമ്പിനെ ശേഷ്നാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതരണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതീദേവിയെയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തി. ഗുഹയിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മഹാദേവൻ ദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തി. എന്നാൽ ആ സമയത്ത് 2 പ്രാവിൻ്റെ മുട്ടകൾ ആ ഗുഹയിലുണ്ടായിരുന്നു. മുട്ടകൾ വിരിയുകയും അമരത്വത്തിൻ്റെ രഹസ്യം കേൾക്കുകയും ചെയ്തു. അതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വന്നു. ആ ഗുഹാക്ഷേത്രത്തിൽ ഇപ്പോഴും ആ പ്രാവുകളെ കാണാം. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദൃച്ഛികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ഒരു മുനി ആട്ടിടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകി. വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണ്ണമായി മാറിയിരിക്കുന്നു. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് കണ്ടത്. ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണ് എന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ എത്തിത്തുടങ്ങി. ശ്രാവണമാസത്തിൽ മാത്രം രൂപം കൊള്ളുന്ന ഹിമലിംഗത്തിൻ്റെ ഇടതുഭാഗത്തുള്ള മഞ്ഞുരൂപത്തെ ഗണപതിയായും വലതുഭാഗത്തുള്ള മഞ്ഞുരൂപത്തെ പാർവതീദേവിയായും കരുതിപ്പോരുന്നു. ഗുഹാമുഖം തെക്ക് ദിശയിലേക്കാണ്. അതുകൊണ്ടുതന്നെ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ ചെറിയ ഗുഹയിൽ നിന്നെടുക്കുന്ന വിഭൂതി ഭക്തന്മാർക്ക് നൽകാനുള്ള അവകാശം ബത്കൂദ് എന്ന ഗ്രാമത്തിലെ മുസ്ലിം മതസ്ഥർക്കാണ്.
ഇവർക്ക് തന്നെയാണ് വഴിപാടുകളുടെ 1/3 അവകാശവും. അമർനാഥിലേക്കുള്ള പാത തെളിച്ച് തീർത്ഥാടനം സുഗമമാക്കിയതിനാലാണ് ബദ്കൂത്തല മുസ്ലിം മതസ്ഥർക്ക് ഈ അവകാശങ്ങൾ ലഭിച്ചത്. പരമ്പൊരുളായ പരമേശ്വര തത്വം അന്വേഷിക്കുന്ന പാർവതീദേവിയെപ്പോലെ ഭക്തജന ലക്ഷങ്ങളുടെ ഹൃദയവും ആ മഹാമന്ദിരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളും അമർനാഥ് ദർശനത്തിനാവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. യാത്രയ്ക്കൊരുങ്ങുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് അമർനാഥ് ഷ്രൈൻ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുവേണ്ടി ആദ്യം വെബ്സൈറ്റിലുള്ള ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഷ്രൈൻ ബോർഡ് നിർദ്ദേശിക്കുന്ന അംഗീകൃത ഡോക്ടർമാരിൽ നിന്നും ആരോഗ്യ വിവരങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാ ജില്ലകളിലുമുള്ള ഡോക്ടർമാരുടെ പേര് വിവരങ്ങളും വെബ്സൈറ്റിലുണ്ടാവും. യാത്രക്കാരുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് പേര് വിവരങ്ങളും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിയും എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ യാത്രാനുമതിയുടെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കരുതണം. പഹൽഗാമിൽ നിന്നോ നീൽഗിരിധിൽ നിന്നോ വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ പഞ്ചതരണി വരെ പോകാം. ഹെലികോപ്റ്റർ ബുക്കിംഗും വെബ്സൈറ്റിൽ പോയി ചെയ്യാം. എല്ലാ തീർത്ഥാടകർക്കും KYC വെരിഫിക്കേഷൻ നിർബന്ധമാണ്. നീൽഗിരിധിലെത്തിയതിനു ശേഷം അവിടെ വെച്ചാണ് ഞങ്ങൾ KYC ചെയ്തത്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് KYC ചെയ്യാത്തവർക്കായി അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 24/7/2023 ഉച്ചയ്ക്ക് 2:30 വിമാനത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നും നോയിഡയിലെ സഹോദരിയുടെ താമസ സ്ഥലത്തേക്ക് പോയി. പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ ഡൽഹി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് 1.5 മണിക്കൂർ വിമാനയാത്ര. ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നും സോനാമാർഗിലേക്ക് ടാക്സിയിലാണ് പോയത്. ശ്രീനഗർ മുതൽ ആയുധധാരികളായ പട്ടാളക്കാർ ജാഗ്രതയോടെ വഴിയിലുടനീളമുണ്ടായിരുന്നു. ആൾത്തിരക്കും വാഹനബാഹുല്യവുമില്ലാത്ത പാതയിലൂടെയുള്ള യാത്ര. റോഡിനിരുവശവും പച്ചപ്പ് നിറഞ്ഞ വിശാലമായ ഭൂപ്രദേശം. മഞ്ഞിലലിഞ്ഞ ഇളങ്കാറ്റിൻ്റെ കരലാളനവും ആസ്വദിച്ച് 90 കിലോമീറ്റർ താണ്ടി 2.5 മണിക്കൂർ യാത്ര ചെയ്ത് സോനാമാർഗിലുള്ള ഹോട്ടലിലെത്തി. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം, സുഖകരമായ തണുപ്പും നയനമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ചേർന്ന് ഹൃദ്യമായ ഒരു ഭൂപ്രകൃതി. മലനിരകൾക്ക് മുകളിൽ ഒഴുകി നടക്കുന്ന മഞ്ഞും മേഘങ്ങളും അവയെല്ലാം മരതകപ്പച്ചയും സ്വർണ്ണവർണ്ണവും വെള്ളി നിറവും എല്ലാം കലർന്ന് മാരിവില്ലഴകോടെ അതീവ ഹൃദ്യമായി അനുഭവപ്പെട്ടു. ആസ്വാദികരമായ ആ അന്തരീക്ഷത്തിൽ കൂടുതൽ ദിവസം താമസിക്കണമെന്ന് തോന്നിപ്പോകും. പ്രകൃതിയുടെ കരവിരുതിനൊപ്പം മനുഷ്യൻ്റെ കരവിരുതും കൂടി ചേർത്ത് വെച്ചും കൊണ്ടാണ് നമുക്ക് ഈ ഭൂപ്രദേശത്തെ കൂടുതൽ ദൃശ്യമനോഹാരിതയേകി ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരം 5:30 എത്തിയ ഞങ്ങൾ അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം 26-ാം തീയതി പുലർച്ചെ ടാക്സിയിൽ നീൽഗിരിധിലേക്ക് പുറപ്പെട്ടു. അമർനാഥിലേക്കുള്ള ഹെലിപാഡ് അവിടെയാണ്. 5 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തി. അന്ന് സഹോദരിയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിവസം അമർനാഥ് ദർശനം സാധ്യമാകണമെന്ന ആഗ്രഹത്തിലായിരുന്നു യാത്ര ക്രമീകരിച്ചിരുന്നത്. നീൽഗിരിധിലെത്തിയപ്പോൾ ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തവരുടെ വരി വളരെ വലുതായിരുന്നു. നീൽഗിരിധിൽ നിന്നും പഞ്ചതരണി വരെയാണ് ഹെലികോപ്റ്റർ യാത്ര. ഒരു ഹെലികോപ്റ്ററിൽ 5 പേർക്ക് മാത്രമേ കയറാൻ കഴിയൂ. 1-2 ഹെലികോപ്റ്റർ മാത്രമേ യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നുള്ളൂ. മണിക്കൂറുകളോളം വരിയിൽ നിൽക്കേണ്ടി വന്നു. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവുമെല്ലാം ചായയും ബിസ്ക്കറ്റും മാത്രമായി ചുരുങ്ങി. യാത്ര റദ്ദാക്കി തിരിച്ചുപോയാലോ എന്നുവരെ കൂടെയുള്ളവർ നിരാശയോടെ ചിന്തിച്ചു. പരമാവധി പരിശ്രമിക്കുക എന്ന് തീരുമാനിച്ചുറച്ച് വരിയിൽ തന്നെ നിന്നു. വൈകുന്നേരം 3:30-4 മണിയോടുകൂടി ഹെലികോപ്റ്ററിൽ കയറാൻ കഴിഞ്ഞു. അങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് പഞ്ചതരണിയിലിറങ്ങി. അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവെക്കും. പിറ്റേ ദിവസം രാവിലെ 6 മണിയോടുകൂടി മാത്രമേ യാത്ര ആരംഭിക്കൂ. പഞ്ചതരണിയിലെത്തിയപ്പോൾ മടക്കയാത്രയ്ക്ക് ബുക്ക് ചെയ്തിരുന്ന ഹെലികോപ്റ്റർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിറ്റേ ദിവസം പോകാനുള്ള കുതിരകളെ അന്ന് തന്നെ ബുക്ക് ചെയ്തു. നീൽഗിരിധിൽ വെച്ച് പരിചയപ്പെട്ട ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 പേരടങ്ങിയ ഒരു കുടുംബവും കൂടെയുണ്ടായിരുന്നു. അന്ന് പഞ്ചതരണിയിൽ യാത്രികർക്കായി ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ടെൻറ്റുകളിൽ ഒന്നിൽ താമസിച്ചു. രാത്രി കുറച്ചു സമയം നല്ല മഴ പെയ്തു. എങ്കിലും പുലർച്ചെ മാനം തെളിഞ്ഞു. യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് 6 മണിക്ക് മുമ്പ് തന്നെ എത്തി വരി നിന്നു. ഏൽപ്പിച്ചിരുന്ന കുതിരകളും 6 മണിയോടുകൂടി അവിടെ എത്തി. ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്നും 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. 4 കിലോമീറ്റർ മാത്രമേ കുതിരകൾക്ക് അനുമതിയുള്ളൂ. ബാക്കി ദൂരം നടക്കണം. 7:30 കുതിരപ്പുറത്ത് നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു. ഉയർന്നും താഴ്ന്നുമുള്ള പ്രദേശമാണ്. തീർത്ഥാടകർ നടന്ന് സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു പതിഞ്ഞ പാത. ഇരുവശവും മലനിരകളാണ്. വലിയ കല്ലുകളും ചളിയുമെല്ലാം കൂടിക്കലർന്ന ഇടങ്ങൾ. ഒരു വശത്തുകൂടെ ചെറിയ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിലൂടെയെല്ലാം നടന്ന് ക്ഷേത്ര പരിസരത്തെത്തി. കാലിലെ ചെരുപ്പും ബാഗും മൊബൈൽ ഫോണുമെല്ലാം സൂക്ഷിക്കുന്ന കൗണ്ടറുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാം അവിടെ ഏൽപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. ഒരുപാട് പടവുകൾ കയറി വേണം ഗുഹാക്ഷേത്രത്തിലെത്താൻ. ഓക്സിജന്റെ അഭാവമുള്ള പ്രദേശമായതിനാൽ പെട്ടെന്ന് കിതയ്ക്കും. അല്പസമയം ഇരുന്ന് വീണ്ടും പടവുകൾ കയറും. പകുതിയോളം പടവുകൾ കയറുമ്പോൾ ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുന്നതിനുള്ള ആളുകൾ അവിടെ സജ്ജരായി നിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അത് സ്വീകരിച്ച് മുകളിലേക്ക് കയറും.
ജാഗരൂകരായി നിൽക്കുന്ന പട്ടാളക്കാർ അവിടെയുമുണ്ട്. പതിയെ പതിയെ പടവുകളേറി ഞങ്ങളും ക്ഷേത്രസന്നിധിയിലെത്തി. ഹരഹര മഹാദേവ, ഭഗവാന്റെ അനുഗ്രഹം. പല ഭാഗങ്ങളിൽ നിന്നായി ഒലിച്ചെത്തുന്ന ജലത്തിലൂടെ തന്നെ മുകൾ ഭാഗത്തേക്ക് കയറി. മഞ്ഞുരുകി ഹിമലിംഗം അപ്രത്യക്ഷമായിരുന്നുവെങ്കിലും ശിവലിംഗമായി രൂപപ്പെടുന്ന ഭാഗത്ത് ചാലുകൾ ശിവലിംഗ രൂപത്തിൽ തന്നെ കാണാമായിരുന്നു. അന്തര്യാമിയായ ഭഗവാനെ മഞ്ഞിലും മണ്ണിലും കല്ലിലുമെല്ലാം ഒരേ ദിവ്യതയിൽ ദർശിച്ച് ഭക്തഹൃദയങ്ങൾ സായുജ്യമടയുന്നു. അരികിലായി പ്രസാദം നൽകിക്കൊണ്ടിരിക്കുന്ന പൂജാരിമാരിൽ നിന്നും വിഭൂതിയടക്കമുള്ള പ്രസാദങ്ങൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിനകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഐതിഹ്യത്തിൽ പറയുന്ന പ്രകാരമുള്ള 2 പ്രാവുകളെയും കണ്ടു. അഞ്ജലി ബദ്ധരായി അല്പനേരം അവയെ നോക്കി നിന്നു. ഭക്ഷണ സാധനങ്ങൾ കൊത്തിത്തിന്നുകൊണ്ട് നിർഭയരായ ഭക്തജനങ്ങളുടെ സാമീപ്യത്തിൽ അലോസരമൊന്നുമില്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സ്വൈരവിഹാരം നടത്തുന്നു. അല്പനേരം അവിടെ ചെലവഴിച്ചു. 9:30 കുതിരയെ നിർത്തിയ സ്ഥലത്തേക്ക് എത്താൻ തക്കവണ്ണം സമയം കണക്കാക്കി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു. കുതിരപ്പുറത്ത് കയറി മടക്കയാത്ര ആരംഭിച്ചു. മലനിരകൾക്കിടയിലൂടെ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സംഘം എന്ന സ്ഥലത്ത് കുതിരയെ നിർത്തി എല്ലാവരും ഇറങ്ങി. യാത്ര മലമുകളിലൂടെയായിരുന്നതുകൊണ്ട് വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിരപ്പുറത്ത് പോവുക അസാധ്യമായിരുന്നു. യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും കുതിരപ്പുറത്ത് കയറി 1-2 മണിക്കൂർ യാത്ര ചെയ്ത് 13 കിലോമീറ്റർ താണ്ടി ഡൊമൈൽ എന്ന സ്ഥലത്തെത്തി. ചെറുതും വലുതുമായ മലനിരകളും അരുവികളും അവയിൽ വളരുന്ന ചെടികളുമെല്ലാം കാറ്റിനോടും കിളികളോടും ആദിത്യ കിരണങ്ങളോടുമെല്ലാം സാമോദം സംവദിച്ച് അഭിരമിക്കുന്നതെല്ലാം ആസ്വദിച്ചുകൊണ്ടായിരുന്നു കുതിരപ്പുറത്തുള്ള യാത്ര. ഡൊമൈൽ എന്ന സ്ഥലത്തെത്തിയത് 1:30 മണിയോടുകൂടിയാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 2 മണിക്ക് ശേഷം അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിയന്ത്രണങ്ങളുണ്ട്. അകത്തേക്കോ പുറത്തേക്കോ ആരെയും കടത്തിവിടില്ല. 2 മണിക്ക് മുമ്പ് അവിടെ എത്തിയതുകൊണ്ട് ആ നിയന്ത്രണത്തിൽ അകപ്പെട്ടില്ല. അവിടെ നിന്നും ബസ്സിൽ കയറി ബാൽത്താലിലെത്തി. ബാൽത്താലിൽ നിന്നും ടാക്സി പിടിച്ച് സോനാമാർഗിലെ ഹോട്ടലിലെത്തി. എത്തിയ ഉടനെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ടാക്സിയിൽ തന്നെ ശ്രീനഗർ വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു. സോനാമാർഗിലെ ചെക്ക് പോസ്റ്റിലും 3 മണിക്ക് ശേഷം നിയന്ത്രണമുണ്ടായിരുന്നു. ഭഗവത് അനുഗ്രഹത്താൽ എല്ലാ നിയന്ത്രണ രേഖകളിലും സമയത്തിന് മുമ്പേ എത്തി അത് മറികടക്കാനായി. ഉച്ചഭക്ഷണം കഴിച്ചത് ശ്രീനഗറിലെത്തിയ ശേഷമാണ്. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ട്. അതുകൊണ്ട് ആ കവാടം വരെ മാത്രമേ ടാക്സിക്ക് അനുമതിയുള്ളൂ. ലഗേജ് എല്ലാം എടുത്ത് ഉള്ളിലേക്ക് കടന്നു. 3 പേരുടെ കയ്യിലും വലിയ ബാഗുകളുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ സാവധാനം നടന്നുകൊണ്ടിരുന്നു. അപ്പോഴതാ പിന്നിൽ നിന്നൊരാൾ വിളിക്കുന്നു. എൻ്റെ വണ്ടിയിൽ കയറിക്കോളൂ, ഞാൻ അവിടെ ഇറക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ID കാർഡ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അവരുടെ വാഹനങ്ങൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. സത്യത്തിൽ മഹാദേവൻ കരുതലോടെ കൂടെയുള്ളതുപോലെ തോന്നി. അങ്ങനെ ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്നും കൊച്ചിയിലേക്കും വിമാനം കയറി. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, കുട്ടികൾ അച്ഛൻ്റെ കൈപിടിക്കുമ്പോഴല്ല, മറിച്ച് അച്ഛൻ കുട്ടികളുടെ കൈപിടിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഭയമില്ലാതാവുന്നത് എന്ന്. ഈ പരാമർശം മനസ്സിലേക്ക് കടന്നുവന്ന ഒരു സന്ദർഭമായിരുന്നു ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള മടക്കയാത്ര. കൊച്ചിയിലെത്തുന്നതിന് 1/2 മണിക്കൂർ മുമ്പാണ് അരികിലുണ്ടായിരുന്ന യാത്രക്കാരനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്ന വഴിയാണ്. തൃശ്ശൂർ പൂങ്കുന്നത്തെ താമസ സ്ഥലത്തേക്കാണ് വരുന്നത്. ഞാനും തൃശ്ശൂരിലേക്ക് തന്നെ. വിമാനമിറങ്ങി ലഗേജ് എടുക്കാൻ കാത്തുനിന്നു. എല്ലാവരും അവരവരുടെ ബാഗുകൾ എടുത്തു പോയിട്ടും എൻ്റെ ലഗേജ് മാത്രം കാണാനില്ല. എൻ്റെ ട്രോളി ബാഗുമായി സാദൃശ്യമുള്ള ഒന്ന് കൺവെയർ ബെൽറ്റിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. എൻ്റെ കൂടെ അപ്പോഴും പരിചയപ്പെട്ട സൈനികനുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ അല്പം കുഴങ്ങിയേനെ. കാരണം ഇങ്ങനൊരനുഭവം ആദ്യമായിട്ടായിരുന്നു. അദ്ദേഹം ഈ വിവരം അവിടുത്തെ ജീവനക്കാരിയോട് സംസാരിച്ചു. ആ ബാഗിൻ്റെ ഉടമയെ ജീവനക്കാർ തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ബാഗ് മാറിയ വിവരം അവരെ അറിയിക്കുകയും ചെയ്തു. 1/2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ബാഗുമായി അവർ വന്നു. പറ്റിയ തെറ്റിന് ക്ഷമ ചോദിച്ച് അവരുടെ ബാഗും എടുത്തു മടങ്ങി. ബാഗ് എൻ്റെ കയ്യിൽ കിട്ടുന്നതുവരെ പരിചയപ്പെട്ട സൈനികൻ കൂടെയുണ്ടായിരുന്നു. രഞ്ജിത് മേനോൻ എന്നു പേരായ ആ സൈനികൻ്റെ അമ്മയും വല്യമ്മയുമൊക്കെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിത്യസന്ദർശകരാണെന്ന് കൂടി അറിഞ്ഞു. അമ്പാടിക്കണ്ണനും ശ്രീ മഹാദേവനും ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല വസിക്കുന്നത്, സജ്ജനങ്ങളുടെ ഹൃദയത്തിലും സർവ്വതാ വസിക്കുന്നു എന്നറിയിക്കുന്ന അനുഭവങ്ങളേകിക്കൊണ്ട് അനുഗ്രഹിക്കുകയായിരുന്നു യാത്രയിലുടനീളം. അമർനാഥ തീർത്ഥയാത്ര ഒരു അനുഭവക്കുറിപ്പ്. ശ്രീ പ്രദീപ് നമ്പൂതിരിയുടെ പ്രഭാഷണമാണ് കേട്ടത്.